Hello, welcome to Wings to Love. ഈ വീഡിയോയിൽ MEG40 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഞാൻ ജൂൺ 2012 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യണം കേട്ടോ. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ലൈൻസ് തന്നിരിക്കും, കുറച്ച് പോയംസിലെ ലൈൻസ് തന്നിട്ടുണ്ടാകും. അത് ഏതാണ് പോയം എന്നിട്ട് നമ്മൾ എന്താ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. സോ ഫസ്റ്റ് സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എനി ഫോർ ഓഫ് ദ ഫോളോയിങ് പാസേജസ്. സോ ഇതിൽ തന്നിരിക്കുന്ന ABCDE ഇതിൽ നിന്ന് നമ്മൾ എന്താണ് നമുക്കറിയുന്ന 4 ആൻസർ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. സോ ഫസ്റ്റ് സെക്ഷനിലെ A ക്വസ്റ്റ്യൻ, ദ ബോഡി ഈസ് ദ റെസിഡ്യൂ ഓഫ് സ്ട്രഗിൾ ഇൻകോർപ്പറേറ്റിംഗ് ഇൻ ഇറ്റ് സെൽഫ് വൺ ബാറ്റേഡ് ഈറ്റിംഗ് ബൗൾ, വൺ സോൾഡ് ഹെയർ കോം ആൻഡ് ദ ബ്രേക്കേജ് വിത്തിൻ ദ ഓൺലി എലമെന്റ് ടു എസ്കേപ്പ് ഇസ് എ ക്രൈ വിച്ച് ഇൻ എ സെൻസ് is an undetermined internal matter still under study. സോ ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ രഘുവീർ സാഹയുടെ ദ സ്റ്റെയർ എന്ന് പറഞ്ഞ പോയത്തിലെയാണ് അല്ലേ. ഞാൻ ഓൾറെഡി ഈ ഒരു പോയം ഡീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇപ്രകാരമാണ്, ടുഡേയ്സ് ലെസൺ കോമൺ ഫാക്ട്സ് അബൌട്ട് ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണല്ലേ. സോ ഇന്നത്തെ ലെസൺ എന്ന് പറയുന്നത് ഡെത്തിനെ കുറിച്ചിട്ടുള്ള കോമൺ ഫാക്ട്സ് എന്ന രീതിയിലാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഡെത്ത് ഡസ് നോട്ട് കം ഇൻ ദ സെയിം മാനർ ടു ആൾ. സോ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ മാനറിലല്ല സംഭവിക്കുക അല്ലേ. ആൻഡ് ഡെഡ് പേഴ്സൺ ഡു നോട്ട് ബിക്കം ഈക്വൽ ആഫ്റ്റർ ദ ഡെത്ത് ഓൾസോ. ഇനി മരിച്ച ആളുകൾ ഡെത്തിന് ശേഷം മരണത്തിന് ശേഷം എന്താണ് അവരൊരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. ഈവൻ ബിഫോർ ഡെത്ത് ദേ വർ നോട്ട് ഈക്വൽ. ഇനി മരണത്തിന് മുമ്പാണെങ്കിലും അവർ ഒരുപോലെയല്ല. സോ ഡെത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ മാനറിലായില്ല. ഇനി ബിഫോർ ഡെത്ത് ആണെങ്കിലും ആഫ്റ്റർ ഡെത്ത് ആണെങ്കിലും ആരും ഒരുപോലെ അല്ല എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറയുന്നുണ്ട്, ദ ബോഡി ഈസ് ദ റെസിഡ്യൂ ഓഫ് സ്ട്രഗിൾ. സോ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ അവശിഷ്ടം. നമ്മുടെ ഈ സ്ട്രഗിൾ, നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഈ സ്ട്രഗിളിൻ്റെ അവശിഷ്ടമാണ് ബോഡി എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ്, നമ്മൾ ഫേസ് ചെയ്ത സ്ട്രഗിൾസ്, നമ്മൾ ഫേസ് ചെയ്ത സാഡ്നെസ്, നമ്മൾ ഫേസ് ചെയ്ത ഹാപ്പിനെസ്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സറാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഇതുപോലെ ആയിരിക്കണം, ഇനി ഇങ്ങനെ ആകണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ ദ പോയറ്റ് കോൺഷ്യസ്ലി യൂസസ് ദ വേർഡ്സ് battered eating bowl, soiled hair comb. The struggler had a breakage within. Only we hear the cry from within. But how this cry escaped, we cannot explain. Still, this is to be studied and analyzed. So ഇവിടെ നമ്മുടെ പോയിറ്റ് ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാറ്റേഡ് എന്ന് പറഞ്ഞാൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഈറ്റിംഗ് ബൗൾ, അതേപോലെ ഡേർട്ടി ആയിട്ടുള്ള ഹെയർ കോംബ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെയാണ് കേട്ടോ പറയുന്നത്. ആൻഡ് ഇതിൽ നിന്നുള്ള ഒരു മോചനം എന്ന് പറയുന്നത് എസ്കേപ്പ് എന്ന് പറയുന്നത് എന്താണ്, ക്രൈ എന്ന രീതിയിലാണ് ഇവിടെ പോയിറ്റ് പറയുന്നത് കേട്ടോ. ആൻഡ് ഓൺലി വി ആർ ദ ക്രൈ ഫ്രം വിത്തിൻ, ബട്ട് ഹൗ ദിസ് ക്രൈ എസ്കേപ്പ് വി കനോട്ട് എക്സ്പ്ലെയിൻ. പക്ഷേ ഈ ഒരു ക്രൈ എങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ദിസ് ഇസ് ടു ബി സ്റ്റഡീഡ് ആൻഡ് അനലൈസ്. സോ ഇതെന്താണ്, നമ്മൾ പഠിക്കണം ഇതെന്തായിരിക്കുമെന്ന്, നമ്മൾ അനലൈസ് ചെയ്യണം എന്ന രീതിയിലാണ് ഇവിടെ പോയിറ്റ് പറയുന്നത് കേട്ടോ. സോ പോയിറ്റ്സ് റൈറ്റ് ഇൻ ദ നാറ്റീവ് ലാംഗ്വേജ് അബൌട്ട് ദിസ് ക്രൈ, അബൌട്ട് ദിസ് പെയിൻ. വി പ്രിന്റ് ഇറ്റ്, വി ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. സോ പോയിറ്റ് എന്താണ് ഈ ഒരു ക്രൈനെ കുറിച്ചിട്ട് എന്താണ് എഴുതണം, അവിടെ നാറ്റീവ് ലാംഗ്വേജിൽ പറയണം. എബൌട്ട് ദിസ് പെയിനെ കുറിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്യും ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. സോ നിങ്ങളുടെ ഈ ക്രൈ, നിങ്ങളുടെ ഒരു പെയിന് നിങ്ങൾ നാറ്റീവ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ ഞങ്ങളിത് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, ഗ്ലോബൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും കേട്ടോ. സോ ഇതാണ് ഈ ഒരു ലൈൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. മിക്ക പോയിറ്റ് ഇപ്രകാരമാണല്ലേ, അവർ ഫേസ് ചെയ്ത ഈ ചലഞ്ചസ്, അവർ ഫേസ് ചെയ്ത ഇപ്പോൾ നമ്മൾ ഈ പോയറ്റിൽ പറഞ്ഞ ഈ ക്രൈ എന്താണ് അവരുടെ നാറ്റീവ് ലാംഗ്വേജിലോട്ട് എഴുതും അല്ലേ. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, ഗ്ലോബൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും കേട്ടോ. സോ ഈ ഒരു ലൈൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഈ ഒരു പോയിന്റ് ഡീൽ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ കാണുക കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ഐ വിസ്പേർഡ് ഹോപ്പ് ടു മൈ ഹംഗ്രി ബെല്ലി ആൻഡ് ഗേസ്ഡ് വിത്ത് ഹംഗ്രി looks at the moon flooded sky. സോ ഈ ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ദിനാനാഥ് നാദിമിൻ്റെത് മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണല്ലേ. സോ ദ മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ റൊമാൻറ്റിക് സബ്ജക്റ്റായി കൺസിഡർ ചെയ്യുന്ന മൂണിനെ ഇവിടെ എന്താണ് ഒരു പോവർട്ടിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മുടെ പോയിറ്റ് ഈ മൂണിനെ കാണുമ്പോൾ ഒരു ആശ്വാസം പോലെ തോന്നുകയാണ് അല്ലേ. ബിക്കോസ് അവർ അത്രമാത്രം എന്താണ് പോവർട്ടിയിലാണ്,
അതുകൊണ്ട് തന്നെ ഇവർ ഈ മൂണിനെ കാണുമ്പോൾ ഒരു പാൻ കേക്ക്, ഒരു ചപ്പാത്തി പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. ബിക്കോസ് അവർ അത്രമേൽ എന്താണ് പോവർട്ടിയിലാണ്. അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന രീതിയിൽ, എന്നൊരവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഐ വിസ്പർഡ് ഹോപ്പ് ടു മൈ ഹംഗ്രി ബെല്ലി ആൻഡ് ഗേസ്ഡ് വിത്ത് ഹംഗ്രി ലുക്സ് അറ്റ് ദ മൂൺ ഫ്ലഡഡ് സ്കൈ. സോ ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണ്, ഈ മൂണിനെ എങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഈ മൂണിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ ഒരു ഹോപ്പ് പോലെ തോന്നുകയാണ്, ഒരു പ്രതീക്ഷ പോലെ തോന്നുകയാണ്. ബിക്കോസ് ഈ മൂൺ എന്ന് പറയുമ്പോൾ റൗണ്ടഡ് ആണ്, ഒരു പാൻ കേക്ക്, ഒരു ചപ്പാത്തി പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഹംഗ്രി ബെല്ലിനെ നോക്കുമ്പോൾ എന്താണ് ലൈക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു പ്രതീക്ഷ പോലെ തോന്നുകയാണ് കേട്ടോ. സോ ദ ഫുൾ മൂൺ ഓഫ് ദ യൂണിവേഴ്സൽ ലവേഴ്സ് ബിക്കം എ ഹിപ്നോട്ടിക് ആൻഡ് അട്രാക്റ്റീവ് സിമ്പിൾ ഓഫ് സാറ്റിസ്ഫൈയിങ് ദ ഹങ്കർ ഓഫ് ദ പുവർ വർക്കേഴ്സ് ഓഫ് ദ വേൾഡ്. സോ ഇവിടെ എന്ന് പറയുന്ന മൂണിനെ നമ്മളൊരു ലവിൻ്റെ സിമ്പിളായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് അല്ലേ. പുവർ ആളുകളുടെ, നമ്മുടെ പുവർ വർക്കേഴ്സിൻ്റെ ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടാണ് ഇവിടെ മൂണിനെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. കൂടാതെ ഈ ഒരു പോയത്തിലുടനീളം നമ്മുടെ കോൺട്രാക്ടേഴ്സിൻ്റെ ചീറ്റിംഗ് എന്താണ് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് യൂണിവേഴ്സൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ഹെൽപ്ലെസ് പുവർ ബൈ ദ റിച്ച് എംപ്ലോയീസ്. സോ ഇതും എന്താണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. And also the last picture of the hungry poet gazing at the moon repeats the main theme of the poem as introduced in the very first line. So ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹംഗ്രി പോയിറ്റ് എന്താണ് വീണ്ടും ഈ മൂണിനെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഈ ഒരു മൂണിനെ ഈ ഹംഗ്രി ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഒരു പാൻ കേക്ക്, ഒരു ചപ്പാത്തി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ ഈ ഒരു വെരി ഫസ്റ്റ് ലൈനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സോ ആ ഒരു ഹോപ്പോട് കൂടിയാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. സി ക്വസ്റ്റ്യൻ, അവർ children are about to enter these lonely kitchens. Come, for their sake, let's demolish this kitchen now. സോ ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിമലയുടെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണല്ലേ. സോ കിച്ചൺ ഈസ് അനദർ സിമ്പിൾ ഓഫ് എ കേജ് ഓഫ് ക്രൂവൽ സബ്ജുഗേഷൻ ആൻഡ് ഇൻകൺസിഡറേറ്റ് ഒപ്രഷൻ. സോ കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ വുമനെ സംബന്ധിച്ചിടത്തോളം ഒരു കേജാണ്, ഒരു കൈൻഡ് ഓഫ് ഒരു സിമ്പിൾ ഓഫ് എ കേജാണ്, ഒരു ക്രൂവൽ സബ്ജുഗേഷൻ ആണ് അല്ലേ, ഒരു ഒപ്രഷൻ ആണ് അല്ലേ. എപ്പോഴും വിമൺ എന്ന് പറയുന്നത് ലൈക്ക് ഈ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുക. അവിടുത്തെ എല്ലാ വർക്കും കാര്യങ്ങളും ഒരു വീട്ടിലെ എല്ലാ വർക്കും ചെയ്യും. ഇനി ഇൻ കേസ് അവർ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ 2 ഡ്യൂട്ടിയും ആര് ചെയ്യണം, ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, വുമൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. ഇത് നമ്മൾ ചെറിയ കുട്ടി ആകുമ്പോൾ തന്നെ നമ്മളിത് ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കിച്ചൺ സെറ്റ് ആയിരിക്കും കൊടുക്കുക. ഇനി ആൺകുട്ടികളുടെ കേസ് ആണെങ്കിലോ വലിയ കാറോ അതേപോലെ ബൈക്കോ അങ്ങനത്തെ എന്തെങ്കിലും ടോയ്സ് ആയിരിക്കും കൊടുക്കുക അല്ലേ. സോ ഒരു മോസ്റ്റ് ഓഫ് ദ കേസിൽ പെൺകുട്ടികൾ ജനിക്കുന്നതല്ല കുക്കിംഗ് ജീന് വെച്ചിട്ടാണെന്നുള്ളതാണ് അല്ലേ. ആൻഡ് ഇത് ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്, അത്യാവശ്യമാണ്. അവർ ചിൽഡ്രൻ ആർ എബൌട്ട് ടു എൻ്റർ ദിസ് ലോൺലി കിച്ചൺ. സോ അവർക്ക് വേണ്ടി എന്താണ് നമ്മൾ ഈ കിച്ചൺ തകർക്കണം, പൊളിക്കണം എന്ന രീതിയിലാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ഈ ലൈൻസിലും പറയുന്നത് അപ്രകാരം തന്നെയാണ്. സോ ഒരു ഫ്യൂച്ചറിന് വേണ്ടി, പെൺകുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് എന്താണ് ഈ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേജ് എന്താണ് തകർക്കുക, പൊളിക്കുക എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ദ മോർണിംഗ് ടുഡേ ടെൽ മീ ഇറ്റ് ഷോൾ ടേക്ക് അവേ ഓൾ കോൺഷ്യസ്നെസ് ഫ്രം ദിസ് ലൈഫ് ആൻഡ് ഓൾ ദ അതർ ലിവ്സ് ഐ ഹാവ് യെറ്റ് ടു ലിവ്. ഇറ്റ് സേസ് ഓൾ ദിസ് ഇൻ എ സ്ട്രെയിഞ്ച് ലാംഗ്വേജ് ഇൻ വേർഡ്സ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദ വേർഡ്സ് ഐ ഹാവ് നൗൺ. സോ ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാമകന്ത രാധിൻ്റെ ശ്രീരാധ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെയാണ് അല്ലേ. സോ ശ്രീരാധ എന്ന് പറഞ്ഞ പോയത്തിലുടനീളം നമ്മുടെ രാധ നമ്മുടെ വൈഷ്ണവ ലിറ്ററേച്ചറിൽ തനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമേജ് ഉണ്ടായല്ലോ, അതിനെ എക്സ്പ്ലോർ ചെയ്യാണ്. ആ ഒരു പ്രണയത്തിൻ്റെയും അതേപോലെ ആ ഒരു സെപ്പറേഷത്തിൻ്റെയും ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് കേട്ടോ. ആൻഡ് കൂടാതെ ഇവിടെ രാധേനെ നമ്മുടെ കൃഷ്ണൻ്റെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള അവളായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. സോ ഷീ ഈസ് നോട്ട് ദ പ്ലേമേറ്റ് ഓഫ് കൃഷ്ണ, ഷീ ഈസ് ഹേർ സെൽഫ്. ഒരുപാട് ആളുകൾക്ക് ലൈക്ക് ഒരുപാട് പോയിറ്റ്സിന്, ഒരുപാട് ആർട്ടിസ്റ്റിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മിത്താണ് രാധാകൃഷ്ണ എന്ന് പറയുന്നത് അല്ലേ. സോ അവരുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഒരു റൊമാൻറ്റിക് വേയിൽ എന്താണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ രാധ എന്താണ് അവളുടെ ഐഡൻറ്റിറ്റി എന്താണ് സെർച്ച് ചെയ്യാണ്, അവൾക്ക് ഡിസ്കവർ
ഡിസ്കവർ ചെയ്യണം. ഷീ ട്രൈസ് ടു ഡിസ്കവർ ഹെയർ ഓൺ ഐഡൻറ്റിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രെയിഞ്ച് പോം. സോ മറ്റുള്ളൊരു പോയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ശ്രീരാധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയം ഒരു സ്ട്രെയിഞ്ച് പോയമാണ് കേട്ടോ. ദ പോം ഫോളോസ് ദ വെൽ നോൺ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ കൃഷ്ണാസ് ലൈഫ് ഫ്രം ഹിസ് നാറ്റിവിറ്റി ടു ദ അറ്റംപ്റ്റ് ഓൺ ദ പാർട്ട് ഓഫ് കംസ ടു കിൽ ഹിം ഫോളോഡ് ബൈ ഹിസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിസ് എനിമീസ്. സോ ഈ ഒരു പോയത്തിൽ ഫോളോ ചെയ്യുന്നത് ലൈക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഓരോ ഇവൻറ്റ്സും ലൈഫിൽ ഓരോ ഇവൻറ്റ്സും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ജനനം മുതൽ ലൈക്ക് ലാസ്റ്റ് ആ എനിമീസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത് വരെ ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോയത്തിൽ ബിഗിനിങ്ങിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ രാധയ്ക്ക് ഒരു സ്ട്രെയിഞ്ച്നെസ് തോന്നുകയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് രാധയ്ക്ക് ഫീൽ ചെയ്യുകയാണ് കേട്ടോ. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അരീവൽ ഓഫ് കൃഷ്ണ വരികയാണ്. അതുകൊണ്ടാണ് രാധയ്ക്ക് ഇപ്രകാരം തോന്നുന്നത് കേട്ടോ. ആൻഡ് ദ സ്ട്രേഞ്ച്നെസ് ഓഫ് ദ മോർണിംഗ് വേർജസ് ഓൺ ദ മിറാക്കുലസ് ആട്രിബ്യൂട്ടിംഗ് ഡിവിനിറ്റി ടു ആൻഡ് ദസ് ഡിഫൈനിങ് ദ സൂപ്പർ നാച്ചുറൽ ഐഡൻറ്റിറ്റി ഓഫ് ദ ലവർ. സോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലവറിൻ്റെ സൂപ്പർ നാച്ചുറൽ ഐഡൻറ്റിറ്റിയാണ് കേട്ടോ. സോ നമ്മളുടെ ആ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഡിവിനിറ്റി അതിനെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കൊരു മോർണിംഗ് ഒരു സ്ട്രെയിഞ്ച്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലവേഴ്സ് തമ്മിലുള്ള ആ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ആ സിമ്പിളിനെ ആ ലവിനെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ ഐഡൻറ്റിറ്റി എന്താണ് ആ ലവേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ. സോ ഈ ഒരു കാര്യമാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത് കേട്ടോ. സ്ട്രെയിഞ്ച്നെസ് ആണ് നമ്മുടെ രാധയ്ക്ക് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ അരീവിലുകൊണ്ടാണ് ഒരു സ്ട്രെയിഞ്ച്നെസ് രാധയ്ക്ക് ഫീൽ ചെയ്യാൻ കാരണം കേട്ടോ. സോ അതൊന്നുകൂടി എക്സ്പ്ലോർ ചെയ്യുകയാണ് ഈ ഒരു ലൈൻസിലൂടെ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ദി ഈഗിൾസ് ക്രൈയിങ് ഔട്ട് ഇൻ ഷാർട്ട് shrill notes. The eagles confused are looking for their lost beloved. സോ ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ചിദാൻശു യശസ് ചന്ദ്രയുടെ ഓർഫസ് എന്ന് പറഞ്ഞ പോയത്തിലാണ് അല്ലേ. സോ ഓർഫസ് എന്ന് പറയുമ്പോൾ ഒരു ചാമിങ് യങ് മാൻ ആണ്. നമ്മുടെ ഗ്രീക്ക് എപ്പിക് പോയട്രിയിലെ ഒരു ചാമിങ് യങ് മാൻ ആണ്. അദ്ദേഹത്തിന് ഈ മാജിക് ലയറൊക്കെ പ്ലേ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് അവിടുത്തെ ബേർഡ്സ് ആയാലും ബീസ്റ്റ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ട്രീസ് ആയാലും ഈവൻ റോക്സ് ആൻഡ് റിവേഴ്സ് പോലും എൻചാൻറ്റഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഈവൻ സ്റ്റോൺസ് ഗാദേർഡ് അറൗണ്ട് ഹിം ടു ലിസൺ ടു ഹിസ് മ്യൂസിക് ആൻഡ് ഡാൻസ്ഡ് വിത്ത് ജോയ്. സോ ഈ സ്റ്റോൺസ് പോലും അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക്കിൽ എന്താണ് മയങ്ങി വീഴുകയാണ് അല്ലേ. അവരെന്താണ് ഡാൻസ് ചെയ്യുന്നുണ്ട്, ഡാൻസ്ഡ് വിത്ത് ജോയ്. ഓക്കെ, ഓർഫസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വുഡ് നിമ്പാണ് യൂറിഡേസി എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അനദർ മാൻ ബൈ ദ നെയിം അരിസ്റ്റോയിസ് വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ഹെർ. ആൻഡ് യൂറിഡേസിൻ്റെ വെഡ്ഡിങ് ടൈമിൽ എന്താണ് നമ്മുടെ അരിസ്റ്റോയിസ് എന്താണ് അവളെ ചേസ് ചെയ്യാണ് കേട്ടോ. സോ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ടൈമിൽ ഒരു സ്നേക്ക് എന്താണ് അവളെ കടിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം അവൾ മരിക്കുകയാണ് കേട്ടോ. അത്രയും തീവ്രമായിരുന്നു നമ്മുടെ ഓർഫസിൻ്റെയും യൂറിഡേസിൻ്റെയും പ്രണയം എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വണ്ണം അവർ വേർപിരിയുകയാണ്. ആൻഡ് നമ്മുടെ ഓർഫസ് എന്താണ് അണ്ടർ വേൾഡിലോട്ട് പോവുകയാണ് നമ്മുടെ യൂറിഡേസിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി. ആൻഡ് ഹീ പ്ലേഡ് സോൾഫുൾ മ്യൂസിക് ആൻഡ് മാനേജ് ടു ചാം ദ ക്യാപ്റ്റർ. ആൻഡ് അവർ എഗ്രി ചെയ്തു നമ്മുടെ യൂറിഡേസിനെ തിരിച്ചു തരാൻ എന്ന രീതിയിൽ അവർ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു കണ്ടീഷനായിരുന്നു, പോകുന്ന വഴിയിൽ ഒരിക്കൽ പോലും ഓർഫസ് എന്താണ് തിരിഞ്ഞു നോക്കരുത് എന്നതായിരുന്നു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി എർത്തിൽ എത്തുന്നത് വരെ എന്താണ് തിരിഞ്ഞു നോക്കരുത്. ആൻഡ് ഹി അഗ്രീഡ് ആൻഡ് ബിഗാൻ ഹിസ് ജേർണി ടുവാർഡ്സ് ദ എർത്ത്. ബട്ട് ഹി വാസ് ടു ആങ്ഷ്യസ് ആൻഡ് ഇംപേഷ്യൻ ടു ഫുൾഫിൽ ദ കണ്ടീഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓർഫസ് എന്താണ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, യൂറിഡേസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംപാഷൻ്റ് കൊണ്ട് അദ്ദേഹം അത് നശിപ്പിച്ചു കളഞ്ഞു അല്ലേ. ആൻഡ് മരണം വരെ അദ്ദേഹം യൂറിഡേസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പാടി കഴിയായിരുന്നു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഓർഫസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓർഫസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ചെറിയൊരു ഹിൻറ്റ് മാത്രം തന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാകുന്നത് ഒരു ലോസ് ആണ് അല്ലേ. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഓർഫസിന് അദ്ദേഹത്തിൻ്റെ ബിലവഡ് ആയിട്ടുള്ള യൂറിഡസിന് എന്താ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ആൻഡ് ദ റൂളേഴ്സ് ഓഫ് ഹെഡ്സ് വെർ ചാംഡ് ബൈ ഓർഫസ് മ്യൂസിക്. ഹെൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വാസ് ദാറ്റ് ഓഫ് പ്ലീസർ ആൻഡ് പ്ലീസ്ഡ് ദാറ്റ് ഹാസ് ബീൻ റിപ്ലേസ്ഡ് വിത്ത് കില്ലർ കിൽഡ് റിലേഷൻഷിപ്പ് ഓഫ് ഈഗിൾസ് ആൻഡ് സ്നേക്സ്. സോ ഇവിടെ പ്ലീസർ പ്ലീസ്ഡ് എന്ന റിലേഷൻഷിപ്പ്
കില്ലർ കിൽഡ് റിലേഷൻഷിപ്പ് ഓഫ് ഈഗിൾസ് ആൻഡ് സ്നേക്ക് ആയിട്ട് എന്താണ് റീപ്ലേസ് ആവുകയാണ് കേട്ടോ. ആൻഡ് നമ്മുടെ ഓർഫസിന് എന്താണ് അദ്ദേഹത്തിൻ്റെ ബിലവഡ് ആയിട്ടുള്ള യൂറിഡസിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു സെർച്ചിലാണ് ഇപ്പോൾ അല്ലേ. ഇറ്റ് സീംസ് ദ ഓർഫിക് ഈഗിൾസ് ഹാവ് ഓൾറെഡി ലോസ്റ്റ് ദെയർ ബിലവഡ് യൂറിഡസി ആൻഡ് ഹാവ് ഇൻ പെയിൻ ബിഗാൻ ദ സെർച്ച്. സോ ഈ ഒരു സെർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിലവഡ് ആയിട്ടുള്ള യൂറിഡസിനെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അല്ലേ. ഈ ഒരു അണ്ടർവേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഫസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രേഞ്ച് ആണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ബിലവഡിന് വേണ്ടിയാണ് അല്ലേ. ആൻഡ് കൂടാതെ മ്യൂസിക്കുമായിട്ട് നമ്മുടെ ഈ ഗ്രീക്ക് എപ്പിക്ക് പറഞ്ഞ പോലെ ഒരു മിത്ത് പറഞ്ഞ പോലെ അദ്ദേഹം എന്താണ് മ്യൂസിക്കുമായിട്ടൊന്നല്ല വന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെയിന് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അണ്ടർ വേൾഡിലോട്ട് വന്നത് കേട്ടോ. സോ ഇത്രയാണ് ഈ ഒരു 2 ലൈൻസിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ഇൻ ദ ഏർലി അവേഴ്സ് ഓഫ് ഡേ ടൈം അപ്പ് ആൻഡ് ഡൗൺ ദ വില്ലേജ് ദേ ആർ ഓൾ ഹാവിങ് nightmares. The old woman looks on wet-eyed. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ യംലംബാം ഇബോംച സിംഗിൻ്റെ ദ ലാസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞ പോയത്തിലെ ലൈൻസ് ആണ് അല്ലേ. ഈ ഒരു പോയം ഞാൻ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ടും കാണുക കേട്ടോ. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡെത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത് അല്ലേ. ബട്ട് ദിസ് ഡെത്ത് ഈസ് നോട്ട് റിയൽ. ഇതൊരു യഥാർത്ഥമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഡെത്തിനെ കുറിച്ചുള്ള ഒരു കൈൻഡ് ഓഫ് ഫാൻറ്റസിയാണ്, അല്ലെങ്കിൽ ഒരു ഡെത്ത് എഗെയിൻസ്റ്റ് ലൈഫ് എന്ന രീതിയിലാണ് ഇവിടെ പോയിറ്റ് ചിത്രീകരിക്കുന്നത് കേട്ടോ. ഈ ഒരു പോയത്തിലുടനീളം ഒരു ഓൾഡ് വുമൻ്റെ മരണത്തെക്കുറിച്ചാണ് അല്ലേ. അവർ മരിച്ചിട്ട് ഒരുപാട് കാലമായി, ബട്ട് അവരെ ഒരുപാട് ആളുകൾ എന്താണ് പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് കേട്ടോ. ഈ ഒരു പോയത്തിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയി ചെയ്തതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് കാണുക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻഡ് പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് ഡീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.